നമ്മളിപ്പോൾ നിൽക്കുന്നത് വാൽപ്പാറയിലാണ്. നമ്മൾ ഇന്നലെ അതിരപ്പള്ളി വാഴത്താല് വഴി നേരെ വാൽപ്പാറ വന്നു. വാൽപ്പാറ റൊട്ടിക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ വന്നൊരു റൂം എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട്. കാരണം റൂമിന്റെ മേൽഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ കാട്ടുപോത്ത് അങ്ങനെയുള്ള പല മൃഗങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ ഇറങ്ങിയിട്ട് നോക്കുകയോ ചെയ്തോ, ഒരുപാട് മൃഗം തന്നെ കാണാൻ പറ്റിയേ. നമുക്ക് ആ സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം കേട്ടോ. നമ്മൾ രാവിലെ തന്നെ റൂം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ആദ്യം പോകുന്നത് നമ്മൾ ഇന്നലെ ആനയുടെ സൗണ്ട് കേട്ട അതേ സ്ഥലത്തേക്കാണ്. ഇനി എങ്ങാനും ആന ഉണ്ടെങ്കിലോ? ആന ഇല്ലെങ്കിലും നമ്മൾ ഇന്നലെ കണ്ട അതേ സിംഹവാലൻ അതേ സ്ഥലത്ത് തന്നെ ഇന്നും നിൽപ്പുണ്ട്. ഇവനിവിടുത്തെ സ്ഥിരം പുള്ളിയെന്ന് തോന്നുന്നു. ഇവിടെ വരുന്നവര് ഇവന് ആഹാരം കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇവൻ എപ്പോഴും ഈ റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നത്. സിംഹവാലൻ കുരങ്ങ എന്ന് വിളിക്കുന്ന ഈ ലയൺ ടൈൽഡ് മക്കാക്ക് IUCNന്റെ റെഡ് ലിസ്റ്റിൽ വരുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഫോറസ്റ്റ് വാച്ചർ എപ്പോഴും ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. നമ്മളിവർക്ക് റോഡിൽ വെച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു ശീലവും. വീണ്ടും ഫുഡിന് വേണ്ടി അവർ റോഡിലേക്ക് വരികയും വണ്ടി തെറ്റി അവരുടെ ജീവൻ തന്നെ പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വൈൽഡ് ആനിമൽസിനെ ഫീഡ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇതേ കാട്ടിൽ ചെറിയൊരു അമ്പലം കാണുന്നുണ്ട്. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. കാടിന് നടുക്കുള്ള ഈ ചെറിയ അമ്പലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അല്ലെങ്കിലും തമിഴ്നാട്ടിലെ മിക്ക അമ്പലങ്ങളും നല്ല ഭംഗിയാണ്. ഇവിടുത്തെ പൂജാരിയോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെയൊക്കെ ആന വരാമോ ചോദിച്ചപ്പം സ്ഥിരമായിട്ടില്ലെങ്കിലും പുലി വരെ ഈ പരിസരത്തെല്ലാം വന്നു പോകാറുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിലും വാൽപ്പാറയിൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് വൈൽഡ് ആനിമൽസിനെ കാണാൻ കഴിയും. ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം. മഴക്കാലത്ത് നല്ല ഭംഗിയായിരിക്കും. ഒരു മരത്തിൻ്റെ വേരിനിടയ്ക്കാണ് ഇവിടെ പ്രതിഷ്ഠ വച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ വേറെയും ഉണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ സ്വർണ്ണക്കാരിയമ്മനാണ്. ഇനി ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ 2 ദിവസമായിട്ട് വാൽപ്പാറയിലെ ക്ലൈമറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ വൈകിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു. ഇപ്പോഴും ആകാശം മൂടി നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിൽ വരും. അതുപോലെ രാത്രി ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പുമാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയെല്ലാം നോക്കി നിന്നപ്പം ദാ വരണു ഒരു മ്ലാവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാൽപ്പാറയിൽ അതിരാവിലെയും വൈകുന്നേരങ്ങളിലും നമുക്ക് ഇതുപോലെ പലയിടങ്ങളിലും പുലി അടക്കമുള്ള വന്യജീവികളെ കാണാൻ പറ്റുന്നതാണ്. അധികം പ്രായമില്ലാത്ത ഒരു സുന്ദരി മ്ലാവാണിത്. നമ്മൾ മ്ലാവെന്ന് വിളിക്കുന്ന ഈ സാമ്പാടിയർ ചെറിയ ചെടികളും ഇലകളൊക്കെയാണ് ആഹാരമാക്കുന്നത്. ഇതൊരു ഫീമെയിൽ മ്ലാവാണ്. ഫീമെയിലിനെ അപേക്ഷിച്ച് മെയിലിന് കുറച്ചും കൂടെ സൈസ് ഉണ്ടാവും. അതുപോലെ നല്ല ഭംഗിയുള്ള കൊമ്പുകളുണ്ടാവും. ഈ കൊമ്പിന് വേണ്ടി ഇവർ വേട്ടയാടപ്പെടാറുണ്ട്. നമ്മുടെ മയില് ഇണയെ ആകർഷിക്കാൻ വേണ്ടി പീലി വിരിക്കുന്നത് പോലെയാണ് മ്ലാവുകൾ കൊമ്പ് കോർക്കുന്നത്. മാൻമൃഗത്തിൽപ്പെട്ട എല്ലാ ജീവികളും ഇതേ രീതിയിൽ തന്നെയാണ് ഇണയെ ആകർഷിക്കുന്നത്. 8 മാസമാണ് ഇവരുടെ പ്രസവകാലം. ഒറ്റ പ്രസവത്തിൽ സാധാരണയായി ഒരു കുട്ടിയാണ് ഉണ്ടാവുക. മുതിർന്ന മ്ലാവുകളുടെ കഴുത്തിൽ ഒരു മുറിവ് കാണാറുണ്ട്. ഈ മുറിവിൽ നിന്ന് ഒരുതരം വെള്ളം വരാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരുതരം ബഗ് കടിക്കുന്നതാണെന്നും അതല്ല പ്രായമാകുമ്പോൾ തനിയെ ഉണ്ടാകുന്ന മുറിവാണെന്നും പറയുന്നുണ്ട്. ഇതുപോലെ കുട്ടികളുടെ കഴുത്തിൽ ആ മുറിവ് കാണാറുമില്ല. കഴുത്തിൽ നിന്ന് സാമ്പാർ പോലെയുള്ള വെള്ളം വരുന്നതുകൊണ്ടാണ് ഇവരെ സാമ്പാർ ഡിയർ എന്ന് വിളിക്കുന്നതെന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. മ്ലാവ് നിൽക്കുന്നതിൻ്റെ നേരെ മുകളിൽ കുറച്ച് കരിങ്കൊക്കിരിപ്പുണ്ട്.
കന്യാസ്ത്രീ കൊക്കെന്നും ഇവരെ വിളിക്കാറുണ്ട്. കൂട്ടമായിട്ടാണ് ഇവർ ജീവിക്കുക. ചെറിയ പുഴുക്കളും മീനും പാമ്പും ഒക്കെയാണ് ആഹാരം. വെള്ള കഴുത്തും ചുവന്ന കാലും കറുത്ത ശരീരമാണ് ഇവർക്ക്. കറുപ്പ് എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടും കറുപ്പല്ല, ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് പർപ്പിൾ കളറും കാണാറുണ്ട്. ഇത്ര നേരം നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും ആകാശം ഇരുണ്ടു തുടങ്ങി. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് മലക്കപ്പാറയിൽ നിന്ന് ഫുഡും കഴിച്ച് 1 മണിയായപ്പോഴേക്കും വാൽപ്പാറ എത്തി. ദേ ഒരു വീട് കണ്ടോ? എല്ലാ ദിവസവും രാവിലെ എണീറ്റ് മുറ്റത്തേക്ക് വരുമ്പം എന്ത് ഭംഗിയുള്ള കാഴ്ചയായിരിക്കും ഡെയിലി കാണുന്നത്. ഇന്നലെ നമ്മൾ വാൽപ്പാറ എത്തിയപ്പോഴേക്കും നല്ല അടിപൊളി മഴയായിരുന്നു. പിന്നെ നമ്മളിവിടെ എല്ലാം കറങ്ങിയിടന്ന് റൊട്ടിക്കട എന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഒരു റൂം എടുത്തു. നൈറ്റാണ് റൂമിലെത്തിയത്, അതുകൊണ്ട് തന്നെ റൂമിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു. റൂമും സ്റ്റേയും എല്ലാം അടിപൊളിയായിരുന്നു. തേയിലത്തോട്ടത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്റ്റേ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെല്ലാം രാത്രി കാണാൻ കഴിയും. ഇന്നലെ രാത്രി കുറച്ച് ദൂരെയായിട്ട് ഒരു കാട്ടുപോത്ത് നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റുള്ളൂ. കാർമേഘങ്ങൾക്കിടയിലൂടെ വെളിച്ചം വരുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ. ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. രാവിലെ എണീറ്റപ്പോൾ ഒരെണ്ണം പറഞ്ഞു ദൂരെ തേയിലത്തോട്ടത്തിൽ 56 കാട്ടുപോത്ത് നിൽപ്പുണ്ടെന്ന്. അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് പോയെങ്കിലും അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പോത്തിരുന്ന സ്ഥലത്തേക്ക് കയറിപ്പോകാൻ പറ്റിയില്ല. നമ്മൾ രാവിലെ തന്നെ തിരക്കിട്ട് കാട്ടുപോത്തിനെ തേടി പോയതുകൊണ്ട് തന്നെ സ്റ്റേയുടെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോകുന്ന വഴി റൊട്ടിക്കട എന്ന സ്ഥലത്ത് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ സ്റ്റേ വരുന്നത്. വീക്ക് ഡേയ്സിലാണെങ്കിൽ നേരിട്ട് ചെന്നാലും നമുക്ക് റൂം കിട്ടാൻ ചാൻസ് ഉണ്ട്. വീക്കെൻഡിലാണെങ്കിൽ മിക്ക റൂം തന്നെ ഫില്ലായിരിക്കും. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും. ഇതാ നിൽക്കണു നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ കൊമ്പൻ. ഇന്നലെ മലക്കപ്പാറ വെച്ച് നമ്മൾ ആനകളെ കണ്ടെങ്കിലും എല്ലാം തന്നെ പിടിയാനായിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് വാൽപ്പാറയിലെ കുരങ്ങുമുടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. വാൽപ്പാറയിലെ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളെ കാണാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് കുരങ്ങുമുടി. പറഞ്ഞത് വെറുതെ ആയില്ല, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നല്ലൊരു കൊമ്പനെ കിട്ടി. ആള് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് നടക്കുന്ന എല്ലാ കൊമ്പന്മാരും ഒറ്റയാനാണെന്ന് പറയാൻ പറ്റില്ല. മിക്ക കൊമ്പന്മാരും ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. എണ്ണ ചേരാൻ സമയമാകുമ്പോൾ മാത്രമാണ് സാധാരണയായി കൊമ്പന്മാർ കൂട്ടത്തോടൊപ്പം ചേരാറുള്ളത്. കൊമ്പന്മാർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ സ്വന്തം ഫാമിലിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നെ അവന് വേറെ ഒരു ഫാമിലിയിലെ അംഗമാകണമെങ്കിൽ ആ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന കൊമ്പനുമായി ഫൈറ്റ് ചെയ്ത് അവന് തോൽപ്പിക്കണം. അങ്ങനെ തോൽപ്പിക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് ഒരു കൊമ്പൻ ഒറ്റയാനായി മാറുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ടു പോയവൻ്റെ വിഷമമാണ് അവൻ ദേഷ്യമായിട്ട് പുറത്ത് കാണിക്കുന്നത്. നമ്മുടെ അടുത്ത സൈറ്റിങ് ദേ ഓടിപ്പോകുന്ന റെഡ് മംഗൂസാണ്. നമുക്കൊന്ന് കാണാൻ പോലും സമയം തരാണ്ട് അവൻ ഓടി തേയിലത്തോട്ടത്തിലേക്ക് പോയി. ഇനി വാൽപ്പാറയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. സീ ലെവലിൽ നിന്ന് ഏകദേശം 3500 അടി ഉയരത്തിലാണ് വാൽപ്പാറ ഉള്ളത്. ഭൂമിയിലെ 7ാം സ്വർഗം എന്നാണ് വാൽപ്പാറയെക്കുറിച്ച് പറയാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ വാൽപ്പാറ കാടിന് നടുക്കുള്ള ചെറിയൊരു ഗ്രാമമാണ്. ഒരു സൈഡിൽ ആനമലൈ ടൈഗർ റിസർവും മറ്റേ സൈഡിൽ മലക്കപ്പാറ വാഴച്ചാൽ ഫോറസ്റ്റുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയധികം വന്യമൃഗങ്ങളെ കാണുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗമാണ് വാൽപ്പാറ. കോയമ്പത്തൂരിൽ നിന്ന് കേൾക്കുമ്പോൾ അധികം ദൂരമാണല്ലോ എന്ന് വിചാരിക്കണ്ട. നമ്മുടെ അതിരപ്പള്ളി മലക്കപ്പാറ കഴിഞ്ഞ് ഏകദേശം 27 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൽപ്പാറയായി. നമ്മുടെ അടുത്ത സൈറ്റിങ് ദേ നിൽക്കുന്ന ജിമ്മനാണ്. ഇതൊരു മെയിൽ കാട്ടുപോത്താണ്. മെയിലിനാണ് ഇത്രയും മസ്കുലറായ ബോഡി ഉണ്ടാവുക. അതുപോലെ മെയിലിൻ്റെ കൊമ്പുകൾ തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും. പെട്ടെന്ന് വീഡിയോ സ്റ്റക്കായ പോലെ ഇല്ലേ? നമ്മളിവിടെ നിൽക്കുന്നത് അവന് മനസ്സിലായി, അതുകൊണ്ടാണ് അനങ്ങാതെ നിൽക്കുന്നത്. ഇത്ര വലിയ ജിമ്മനാണെങ്കിലും ആള് ശാന്ത സ്വഭാവക്കാരനാണ് എന്ന് കരുതി നമ്മൾ ഓവറായിട്ട് ശല്യം ചെയ്താൽ ആള് നന്നായിട്ട് അറ്റാക്കും ചെയ്യും. അവൻ നമ്മളെ കണ്ടു.
പെട്ടെന്ന് കാണുമ്പോൾ ബോഡിയും തലയും മുഖവും എല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും മുഖത്ത് നല്ല മിനുസമുള്ള കറുത്ത രോമങ്ങളാണ്. തലയിൽ ബ്രൗൺ കളറും കാൽമുട്ട് വരെയുള്ള ഭാഗത്ത് വെള്ള രോമങ്ങളുമാണ്. മസിലുള്ള ബോഡിയും വെൽവെറ്റ് മുഖവും സോക്സ് ഇട്ട കാലുകളും എല്ലാം കൂടെ ചെക്കനെ കാണാൻ അടിപൊളിയാണ്. കാട്ടിലെ കൂട്ടുകാരെന്നൊക്കെ പറയും പോലെ പോത്തിൻ്റെയും മാനിൻ്റെ എല്ലാം പുറത്ത് എപ്പോഴും ഇതുപോലെ പക്ഷികളെ കാണാം. ഇവര് പുല്ലും മറ്റുമെല്ലാം കഴിക്കുമ്പോൾ പറന്നു വരുന്ന പ്രാണികളെ കഴിക്കാൻ വേണ്ടിയാണ് പക്ഷികൾ എപ്പോഴും കൂടെ നടക്കുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി കുറേ നേരമായി കുരങ്ങുമുടി അന്വേഷണം നടക്കുന്നു. അവസാനം വഴി കയറ്റി തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായി. പിന്നെ ഇവിടെ കണ്ട ഒരു ചേട്ടനോട് വഴി ചോദിച്ചിട്ടാണ് നമ്മൾ കുരങ്ങുമുടി എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ദേ ഇരിക്കണു വീണ്ടും ഒരു സിംഹവാലൻ. ഇവിടെയുള്ളവരാണെന്ന് തോന്നുന്നു, അവന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് വേറെ ഒരെണ്ണം കൂടെ വന്നു. ഇവിടെ ദൂരെ മരങ്ങളിലായിട്ട് ഒരുപാടെണ്ണം വേറെ ഇരിപ്പുണ്ട്. ഇവിടെ ഇത്രയും കുരങ്ങുള്ളതുകൊണ്ടാണോ ഇനിയിപ്പോൾ ഇവിടെ കുരങ്ങുമുടി എന്ന് പേര് വന്നത്? ഇവരെ കണ്ട നമ്മുടെ കരിങ്കുരങ്ങളായിട്ട് നല്ല സാമ്യമുണ്ട്. കരിങ്കുരങ്ങൾ ഇവരെക്കാളും നല്ല സൈസാണ്. അതുപോലെ സട പോലുള്ള രോമങ്ങളുണ്ടെങ്കിലും ഇവരെ പോലെ മുഖത്തിന് ചുറ്റും അത് കാണാറില്ല. വലിയ വാലാണുള്ളത്. പക്ഷേ വാലിനറ്റത്ത് സിംഹത്തിൻ്റെ പോലുള്ള രോമങ്ങളില്ല. പിന്നെ കുരങ്ങുമുടിയിൽ വാൽപ്പാറയിലെ സ്ഥിരം കാഴ്ചയായിട്ടുള്ള തേയിലത്തോട്ടം തന്നെയാണ് കാണാനുള്ളത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളെ കാണാൻ പറ്റുക എന്ന് മാത്രം. പിന്നെ ഇവിടെ നിന്ന് ഷോളയാർ ഡാമിൻ്റെ ഒരു വ്യൂ കാണാം. നമ്മൾ വന്നത് വെള്ളമില്ലാത്ത സമയമായതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് ചിന്നക്കല്ലാറിലേക്കാണ്. നമ്മൾ പോകുന്ന വഴി ഒരു സൈറ്റിങ് കിട്ടിയത് വീണ്ടും ഒരു കാട്ടുപോത്ത് തന്നെയാണ്. നല്ല വേനലായതുകൊണ്ട് തന്നെ ഉണക്കപ്പുല്ലാണ് അവൻ കഴിക്കുന്നത്. വേനൽക്കാലത്ത് ഇവരെ പോലെയുള്ള മൃഗങ്ങൾക്ക് വെള്ളവും ആഹാരം കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഇവർ കാട് ഇറങ്ങി നാട്ടിലേക്ക് വരുന്നതും. ശരിക്കും ഇവർ കാട്ടുപോത്തല്ല, കാട്ടിയാണ്. കാട്ടുപോത്ത് എന്ന് പറയുന്നത് വലിയ കൊമ്പുകളുള്ള നമ്മുടെ നാട്ടിലെ പോത്തുകളോട് സാമ്യമുള്ള വേറൊരു ജീവിയാണ്. പക്ഷേ കാട്ടി എന്നുള്ള പേര് ഇവർക്ക് ചേരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ കാട്ടുപോത്ത് തന്നെ വിളിക്കാം. ശരിക്കുമുള്ള കാട്ടുപോത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിലില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഇവരെ കാട്ടുപോത്തെന്ന് വിളിക്കാം. ആള് ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റിലാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും ഒരുപാട് പക്ഷികളുടെ സൗണ്ട് കേൾക്കാം. പേര് നോക്കിക്കോടാ, കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു. കൊടുക്കണം. നമ്മളേതായാലും ഇപ്പോൾ ചിന്നക്കല്ലാറേക്ക് പോകണം. ചിന്നക്കല്ലാറ്. അതെ, ചിന്നക്കല്ലാറ്. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല ഫോറസ്റ്റ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൽ ഇപ്പോൾ അല്ലാത്ത ആനിമൽസിനെ തന്നെ കാണാൻ പറ്റുന്ന. ആദ്യം വീടുകൾ അങ്ങനെ ഒന്നും ഇല്ലാത്തതാണ്. വീടുകൾ ഉപേക്ഷിച്ച ഒരു ഏരിയ. അത് നമുക്ക് പോയി നോക്കാം. ഇങ്ങനെ അറിയത്തില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. സമയം ഇപ്പോൾ ഉച്ചയായി, എങ്കിലും വലിയ ചൂടൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴി കാണുന്ന ചെറിയൊരു ഡിസ്പെൻസറിയാണിത്. രാവിലത്തെ സമയം കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ക്ലോസ് ആണ്. ഇനി വൈകിട്ട് 3 മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആക്കുക. അതുപോലെ പോണ വഴി നല്ല ഭംഗിയുള്ള അമ്പലങ്ങളും
ശില്പങ്ങളും ഒക്കെ കാണാം. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ എവിടെ പോയാലും നമുക്ക് ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അമ്പലങ്ങൾ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. ഇവിടെയുള്ള കെട്ടിടങ്ങൾക്ക് വരെ ഒരു പ്രത്യേക ഭംഗിയാണ്. പഴയ സിനിമയിലൊക്കെ ഇതുപോലെ ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ചങ്ങ് വരുമ്പം ഇതുപോലെ നമുക്ക് താഴേക്ക് തേയിലത്തോട്ടങ്ങളിലെ വ്യൂ കാണാൻ പറ്റും. പലവട്ടം ലെപ്പേർഡിൻ്റെ അറ്റാക്ക് ഉണ്ടായ സ്ഥലമാണ് വാൽപ്പാറ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ ഈ തോട്ടങ്ങളിലേക്കൊന്നും കയറി നടക്കാണ്ടിരിക്കുക. ശരിക്കും ഇവിടുത്തെ ഭംഗി കാണണമെങ്കിൽ ആകാശത്ത് നിന്ന് നോക്കണം. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടിയില്ലെങ്കിലും കാഴ്ചയുടെ ഭംഗി എന്തായാലും കൂടും. ചിന്നക്കലറുമായിട്ട് നമ്മളെ കയറ്റി വിട്ടില്ല. ചോദിച്ചപ്പോൾ ശനിയും ഞായറും മാത്രം എൻട്രി ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇന്ന് എൻട്രി ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ നമ്മൾ എപ്പോൾ ക്യാമറ എടുത്ത് പുറത്ത് നിന്നാലും നമ്മൾ ആരെങ്കിലുമൊക്കെ ഓടിച്ചു വിടും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ വന്ന് ഓടിച്ചു വിടുന്ന ആൾക്കാർ നാട്ടുകാരാണോ ഫോറസ്റ്റുകാരാണോ ഒന്നും അറിയില്ല കേട്ടോ. യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വാൽപ്പാറയുടെ ഭംഗി കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വന്ന് കാണണം. നമുക്ക് ഷൂട്ട് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ ഇനി ചിന്നക്കലർ പോകാനായിട്ട് ശനി ഞായർ വന്നാൽ പോലും അവിടെ ചെക്ക് പോസ്റ്റ് നിൽക്കുന്ന ആൾക്ക് മൂഡ് ശരിയല്ലേ നമുക്ക് കയറി പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കുഴപ്പം ഈ വാൽപ്പാറയ്ക്കുണ്ട്. നമ്മൾ ഇന്നലെ ചെന്നപ്പോ വേറെ സാറായിരുന്നു. പുള്ളി ഒരു കുഴപ്പമില്ല. പുള്ളി പറഞ്ഞ 3 മണിക്ക് മുമ്പ് വന്നാൽ മാത്രമേ കടത്തി എടുത്തുള്ളൂ. നിങ്ങൾ നാളെ പോരെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ സമയം ചോദിച്ചു 9 മണിക്ക് ഓപ്പൺ ആവുമെന്നാണ് പുള്ളി പറഞ്ഞേ. ഇന്ന് ഞാൻ വേറെ ആൾക്കാരായിരുന്നു. അത് നിങ്ങൾ എവിടെ പോയാലും അവരുടെ മൂഡ് പോലെ ഇരിക്കും നമുക്ക് കാണാൻ പറ്റുകയെന്ന് പറയുന്നത്. നമുക്കിനിയിപ്പോൾ എന്തായാലും വാൽപ്പാറ ഫുള്ളൊന്ന് കറങ്ങിയിട്ട് നേരെ പൊള്ളാച്ചി പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ പൊള്ളാച്ചിയിലും നമുക്ക് റൂമൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ നേരെ ഇനി പൊള്ളാച്ചിക്ക് പോവാണ്. പൊള്ളാച്ചി പോകുന്ന വഴിക്ക് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റിയ സ്ഥലമാണിത്. ഇവിടെയുള്ളവർ ഇവിടെ പ്രാർത്ഥന നടത്താറുണ്ട്. പാർവതി ദേവിയാണ് ഇവിടെ പൂജിക്കുന്നത്. ഈ വഴി വരുന്നവരെല്ലാം ഇവിടെ നിന്ന് വെള്ളം എടുത്തിട്ടാണ് പോവുക. കുടിക്കാൻ പറ്റുന്ന നല്ല തണുപ്പുള്ള മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത്. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ശവക്കല്ലുകൾ കാണാറുണ്ട്. അപ്പോൾ എന്താണ് ആരുടെയെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി നോക്കിയതാണ്. ഇറങ്ങി നോക്കിയപ്പോഴാണ് ഒറ്റ കല്ലറയ്ക്കും പേരില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മൾ പോകുന്ന വഴി ഇതുപോലെ എല്ലായിടത്തും നീലവാക പൂത്ത് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭംഗി മാത്രമല്ല നല്ല സ്മെല്ലും ഉണ്ട്. അതുപോലെ ഈ ഒരു മരം മതി നമുക്ക് നല്ല തണൽ കിട്ടാൻ. മിക്കവാറും എല്ലാ മുട്ടുകളും ഒന്നിച്ചാണ് വിരിയുക. അതുകൊണ്ടാണ് ഈ മരം കാണാൻ ഇത്ര ഭംഗി. ഈ മരം ശരിക്കും അമേരിക്കക്കാരനാണ്. അവിടെ നിന്നാണ് പിന്നീട് ഇപ്പോൾ മിക്ക രാജ്യങ്ങളിലും ഈ നീലവാക കാണപ്പെടാറുണ്ട്. ഒരു കുരങ്ങനെ ഇരിക്കണുണ്ടോ? എനിക്ക് ഇവരുടെ നോട്ടവും ഇരുത്തും എല്ലാം കണ്ടു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പാവം തോന്നും. ഇതുപോലുള്ള വഴിക്ക് വരുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് വന്യമൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കരുത്. റോഡാണെന്നോ റോഡിലിറങ്ങി അപകടം ഉണ്ടാവുമെന്ന് അവർക്കറിയില്ല. നമ്മളായിട്ട് എന്തിനാണ് വെറുതെ അവരെ റോഡിലേക്ക് ഇറക്കുന്നത്? ഇന്ന് തന്നെ വാൽപ്പാറയിൽ വെച്ച് ഒരു കുട്ടിക്കുരങ്ങനെ വണ്ടി ഇടിച്ചിട്ട് മരിക്കാറായി കിടക്കുമായിരുന്നു. അവിടെ അടുത്തുള്ള കുട്ടികളെല്ലാം കൂടെ അതിൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്കതിൻ്റെ വീഡിയോ എടുക്കാനുള്ള മനക്കെട്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളതിൻ്റെ വീഡിയോ എടുത്തില്ല. ഇതുപോലുള്ള വഴിക്കെല്ലാം വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം സ്പീഡ് കുറച്ച് ഓടിക്കുക. ഇതുപോലുള്ള 40 ഹെയർ പിൻ ബെൻസ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് പൊള്ളാച്ചിയിലെത്താൻ. ഈ വഴിക്ക് ബൈക്ക് ഓടിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. ആനമല ടൈഗർ റിസർവ് വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണിത്. താഴെ കാണുന്നത് ആളിയാർ ഡാമാണ്. ശരിക്കും പറഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വരച്ചു വെച്ചേക്കുമ്പോഴാണ് നമുക്ക് ഫീൽ ആവുക. വ്യൂ പോയിൻ്റ് എല്ലാം കണ്ടുവന്നപ്പോൾ ദേ റോട്ടിലൊരു വെള്ളച്ചാട്ടം. നമ്മളങ്ങനെ ആനമല ടൈഗർ റിസർവ് ഇറങ്ങി. ഇനി ഇവിടുന്ന് പൊള്ളാച്ചിക്ക് 25 കിലോമീറ്റർ കൂടെ ഉണ്ട്. സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞു. ഇവിടുത്തെ സ്പെഷ്യൽ മീൻ പൊരിച്ചതും ചോറും കഴിച്ചിട്ട് ബാക്കി യാത്ര തുടങ്ങാം. സാമ്പാർ രസം പാറ அது 300 ரூபா வரும். டேஸ்ட் நல்லா இருக்கும். ஃபாரஸ்ட் ஆஃபீஸர் அவரு
ரிட்டையர்டு. அவங்க தான் கடை நடத்துகிறாங்க. எல்லா பொருளும் நல்லா இருக்குது, சாப்பிட்றதுக்கு நல்லா இருக்குது. ഡാമിന് പിടിക്കുന്ന ஆலியா டேம் மீன், கட்லா, நெய், பாறை, ஜிலேபி எல்லாம் இருக்கும். நல்லா இருக்குது, சாப்பிட்றதுக்கு நல்லா இருக்குது. பழசெல்லாம் வச்சுருக்க மாட்டாங்க, எல்லாம் ஃப்ரெஷ்ஷாக சாப்பிட்றாங்க. ഇവിടെ നിന്നൊക്കെ അധികം ടേസ്റ്റും വൃത്തിയൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ ഒരു രസത്തിന് വാങ്ങി കഴിക്കാവുന്നുള്ളൂ. ആര് ആരില്ല ആരുമില്ല. ഓംലെറ്റ് അടിക്കണോ? അല്ല, ചൂട് ഇതിന് ഭയങ്കര ചൂടാതേ. ഇതായിട്ട് ആ, കൈ പൊള്ളിക്ക്. ആണ്ടേ, പൊന്തി പൊന്തി പൊന്തി. ആദ്യമായിട്ട് മീൻ കത്തിക്കും. പോരാട്ടോ. ഇനി പൊങ്ങൂല, എത്ര പൊങ്ങൂലും. അതുപോലെ ഇനി കത്തിക്കണോ? ഒന്ന് കൈക്ക് തിരിച്ചാൻ പറ്റുമോ? പിന്നെ തിരിച്ചാലോ? തിരിച്ചിട്ട് പൊള്ളൂടാ പൊട്ടാ. അങ്ങനെ എടുത്തിട്ട് പറയാ കണ്ണാമത്തിന്റെ നെല്ലുകെട്ടുള്ളതിനൊക്കെ ഇടാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് ആനമലയെന്ന് കൊടൈക്കനാൽ പോകുന്ന വഴിക്കുള്ള ഒരു തെങ്ങുതോപ്പിലാണേ. ഇവിടെ ഒരു വീട്ടിൽ കയറി ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ചോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് കിടത്തും ഇവിടെയാക്കി. ഇനി നാളെ രാവിലെ കഴിഞ്ഞിട്ട് കൊടൈക്കനാലിന് പോവും. ഇത്രയും നമുക്ക് ഒരു കൂട്ടമായിട്ടൊരു പട്ടിക്കൂട്ടനുണ്ടായിരുന്നു കേട്ടോ. അവന് ചപ്പാത്തി എടുക്കാൻ ഓർത്തിട്ട് ഞാൻ സ്ഥലം വിട്ടു. എൻ്റെ ചപ്പാത്തി കണ്ടാന്ന് തോന്നുന്നത് ജീവനെ കൊണ്ട് ഓടിയിട്ടുണ്ട്. കുറച്ച് വൃത്തിയായിട്ട് എടുക്കണം, അല്ലെങ്കിലേ അവന് കൊടുക്കണ്ടേ. കരിഞ്ഞ ചപ്പാത്തി കണ്ടിരിക്കും. അവന് ഓടിക്കഴിഞ്ഞ്. ഇത് കരിച്ചെടുക്കുവോ? കരിച്ചെടുക്കണോ? കരിച്ചെടുക്കുവോന്ന്? കരിച്ചെടുക്കില്ല. കരിച്ചെടുക്കണമെങ്കിൽ കരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അങ്ങോട്ട് എല്ലാം കിടിലും വീഡിയോസ് ആയിരിക്കും ഇവിടെ വരുന്നത്. കണ്ടാ ആടാ പറഞ്ഞേ എൻ്റെ എന്നാ ചപ്പാത്തി എൻ്റെ ചപ്പാത്തിക്ക് പറ്റില്ലെന്ന് ആടാ പറഞ്ഞേ. നോക്ക് എന്നെ ഇഷ്ടം നോക്ക് കഴിക്കാൻ. ദാ കുട്ടാപ്പി, നമ്മളിട്ട് വരല്ലേ കുട്ടാപ്പി. കുട്ടാപ്പി എനിക്ക് ചമ്മന്തിപ്പൊടി വേണോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ? എടാ നല്ല വശക്കുണ്ടോ അതിന്. വായിന്ന് പുല്ലെടുത്ത് കൊടുക്കടാ. എടാ വിശക്കുന്നുണ്ട്. പച്ചവെള്ളരിപ്പുണ്ട്. നമ്മൾ പട്ടത്തിലെല്ലാം കഴിക്കേണ്ടി വരും. പിന്നെ നാളെ രാവിലെ കാണാം കേട്ടോ. ബൈ ബൈ. നമ്മളങ്ങനെ ഉള്ള ചപ്പാത്തി മൊത്തം പട്ടിക്ക് കൊടുത്തിട്ടുണ്ടേ. അവിടെ നല്ല വിശപ്പായിരുന്നു. ചുമക്കുഴപ്പം നമ്മളതിൽ ചപ്പാത്തി ഉണ്ട്. അപ്പോൾ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ബൈ ബൈ.